സാധാരണ 4 അടിച്ചാ ഞാൻ ഫിറ്റാകുന്ന. ഇന്ന് ശിവാശ്രയിലായതുകൊണ്ട് ഞാൻ 6 അടിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പുഷ്പരഥത്തിന്റെ ചുക്കാൻ വാസുദേവയ്യരെ ഏൽപ്പിക്കുന്നു. എടോ ഞാൻ ഈ വണ്ടി വല്ലയിടത്ത് കൊണ്ടുപോയി ഇടിക്കും. എണീക്കണോ? എണീക്കണോ? താനേ ഈ സ്റ്റിയറിംഗ് അങ്ങ് പിടിച്ചേ. ട്രാഫിക് ലൈറ്റില്ലേ, അത് റെഡാണോ ചുവപ്പാണോ അതോ പച്ചയാണോ? അത് കറുപ്പ് പോലത്തെ ഒരു പച്ച. ധൈര്യമായിട്ട് വിട്ടോ. അയ്യോ ചുവപ്പ് റെഡാ, ചവിട്ടിക്കോ. ഭൂമിയിൽ ധൂമകേതു വന്നിടിച്ചു. ധൂമകേതു അല്ല, ധൂമകേതി. ധൂമകേതിനി, ഒരു സുന്ദരി ധൂമകേതിനി. വരുന്നുണ്ട്. ഓപ്പൺ. Look, mister. Is the way to drive? Is the way to brake? Who gave you the license? Idiot! You. അതെ, ഇംഗ്ലീഷിൽ പറയാ, എങ്കിലും മനസ്സിലാവും. ഇങ്ങനെയാണോ ബ്രേക്ക് ചെയ്യുന്നതെന്ന്? അങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ മനസ്സിലായി. What do you mean? I mean, well, ഞാൻ വരാം. അങ്ങോട്ട് മറിയ ഞാൻ വരാം. ഓ സോറി. എന്റേത് Look, mister. Okay, one second. Okay, relax. What's your real problem? What? The traffic light is a problem. See, there are 3 colors. Red, pink and blue. You shut up. Okay, there are 3 colors: red, green and yellow. So green is for start, red is for brake, and then yellow. So yellow is the problem. Yellow is the main problem. Too, madam. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്റെ വണ്ടി ഒന്ന് നോക്കാൻ. അതിനാ നീ പോ ഞാൻ കൂടെ വരാം. Hey, mister. Yes. See? You damaged my car. Okay. വേല കയ്യിലിരിക്കട്ടെ വെച്ചേ. ഞങ്ങളുടെ കാറെ കൊണ്ടുവന്ന് നിങ്ങൾ ഇടിച്ചിട്ട് ഞങ്ങളോട് തട്ടിക്കയറാൻ വരുന്നു. ഇത് എവിടുന്ന് വരുന്നു? So you are drunk? Yeah, not only me, he. ഒരു കേസ് ബിയർ. 2 കേസ് ബിയർ. അത് രണ്ടുപേരും കൂടി. I'll complain to the police. മാഡം, ആ കംപ്ലൈന്റ് എഴുതി തന്നാ മതി. ഞാനാണ് DGP. ഇതിനൊക്കെ എന്ത് കംപ്ലൈന്റ്? അതെ, സുന്ദരിയായ മാഡത്തിന്റെ സുന്ദരിയായ ഈ കാറ്, സുന്ദരനായ എന്റെ സുഹൃത്തിന്റെ സുന്ദരനായ ഈ കാറിൽ ഒന്ന് കിസ് ചെയ്തു. ബമ്പർ ടു ബമ്പർ. Kissing is not a crime in India. Nonsense. Thank you. പോലീസ് വന്നിട്ട് പോയാ മതി. I want compensation. Compensation ഇല്ലേ? എന്നാ പിടിച്ചോ, 2 രൂപ. മാഡം, പോലീസ് വന്നിട്ട് കോമ്പൻസേഷൻ ഒക്കെ വാങ്ങിച്ചിട്ട് സൗകര്യമായിട്ട് വന്നാൽ മതി. ഞങ്ങൾക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. വാടകയില് നിങ്ങളെ കോടതി കയറ്റും. കോടതിയെ കയറ്റിക്കോ. പക്ഷെ മാഡം, ഞങ്ങളുടെ കാർ ഫ്രണ്ടിലാണ് കിടക്കുന്നത്, മാഡത്തിന്റെ കാർ പുറകിലാണ് കിടക്കുന്നത്. അപ്പൊ ഫ്രണ്ടിൽ കിടക്കുന്ന ഞങ്ങളുടെ കാറിനെ പുറകെ കിടക്കുന്ന മാഡത്തിന്റെ കാറാണ് കൊണ്ട് ഇടിച്ചത്. അത് പറയരുത്. നമ്മുടെ കാറിലെ ഫ്രണ്ടിൽ കിടക്കുന്നത്, മാഡത്തിന്റെ കാറിലെ ബാക്കി കിടക്കുന്നത്. അപ്പൊ മാഡത്തിന്റെ കാറിലെ നമ്മുടെ കാർ കൊണ്ടിരിക്കുന്നത്. I'll take you to jail. ജയിലിൽ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ജയിലിൽ ചാടി വന്നിരിക്കുന്നവരാ. ഭീകരൻ. You get out from my car. Thank you. Drunkards. Yes. പക്ഷെ മാഡത്തിന്റെ കാറാണ് ഞങ്ങളുടെ കാറിനെ കൊണ്ട് ഇടിച്ചത്. വന്നു വരുന്നേ. എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല ലെവലാണല്ലോ, നല്ല ഫിറ്റാണല്ലോ. ചേട്ടാ, അടിക്കുമ്പോ 5 or 6 അടിക്കാവും. ഇല്ലേ, ഇതാണ് ഇതുപോലെ മുണ്ടുന്നതായിരിക്കും. ഓ, ഞങ്ങളാരും ഉറങ്ങാത്തവരാണല്ലോ. ഞാനും വണ്ടി ഓടിച്ച് സുഖമായിട്ട് ഉറങ്ങി തന്നെയാണല്ലോ വന്ന്. എന്നിട്ട് എനിക്ക് മുണ്ടുന്നേ ഉണ്ടല്ലോ. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു. വാളടിക്കാൻ വേണ്ടിയാ. എന്നെ പിടിച്ചോ. അതെ, ഞാൻ ബ്രേക്ക് ചെയ്യുന്നുള്ള സത്യമാണ്. പക്ഷെ അവളാണ് എന്റെ പുറകെ കൊണ്ടിരിച്ചത്. അവളാണ് എന്റെ ഏതോ ഒരവള്. എന്റെ കർത്താവ്, ഏതെങ്കിലും ഒരു അവള് ഒന്ന് കാര്യമായിട്ട് ഇടിച്ചാ എനിക്ക് ഇവിടുന്ന് അങ്ങനെ ഉരുണ്ട. വീടിന്റെ തിണ്ണ ഇരുന്നിട്ടാണോ മുണ്ടും തിണ്ണയില്ല ആളുകളായിരിക്കില്ല. ഞാനിങ്ങനെ
അമ്മയ്ക്ക് സന്തോഷമായല്ലോ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ തിരിച്ചെത്തിയല്ലോ. ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്ത് ഞാനിവിടെ തന്നെ കാണും. മരുന്നെടുത്ത് തരട്ടെ? വാതർന്നേ. അങ്കിളിന് ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ഞാൻ പോയി വരട്ടെ? മോൾ അമേരിക്കയിലായിരുന്നപ്പോ എന്റെ ഭക്ഷണക്കാരിയൊക്കെ കണക്കായിരുന്നു. നല്ല പ്രായത്തിലൊരു കല്യാണം കഴിക്കാത്തോണ്ടല്ലേ അങ്കിൾ? അതെങ്ങനാ? അളിയൻ മരിച്ചതോടെ ഹോസ്പിറ്റലിന്റെ ഭരണവും പെങ്ങടെ ശുശ്രൂഷയൊക്കെ എന്റെ തലയിലായില്ലേ. അമ്മയുടെ കാര്യം നോക്കാൻ ഇനി ഞാനുണ്ടല്ലോ. ഒരു പ്രപ്പോസലൂടെ ഞാൻ കൊണ്ടുവരട്ടെ അങ്കിൾ? നീ ഹോസ്പിറ്റലിന്റെ MD സ്ഥാനം അങ്ങോട്ട് ഏറ്റെടുക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അയ്യോ, ഞാനില്ല. എല്ലാം അങ്കിള് തന്നെ നോക്കിയാ മതി. ആ, പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ ഡോക്ടർ റോയിയെ വിളിച്ച് നീ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കാർഡിയോ തൊറാസിക് സർജനാ ഡോക്ടർ റോയി. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്താൽ നിനക്ക് പലതും പഠിക്കാൻ കഴിയും. അത്ര കേമനാണോ? അമേരിക്കയിൽ ഞാൻ കണ്ട ഡോക്ടേഴ്സിന് അപ്പുറം ഒന്നും വരില്ലല്ലോ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അപ്പോയിന്റ്മെന്റ് 10:30. സോ ബി ഓൺ ടൈം. കാണാനൊക്കെ പോവാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് RTO ഓഫീസ് വരെ ഒന്ന് പോണം. ഇന്നലെ ഒരു ഡ്രങ്കാർഡ് കാരണം എന്റെ കാറിന്റെ ബമ്പർ മുഴുവൻ ചളുങ്ങി. നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. TN01D4866. ഹായ്, ഗുഡ് മോർണിംഗ് ആനി. ഹലോ ഡോക്ടർ മേനോൻ, ഗുഡ് മോർണിംഗ്. ആനി മറന്നിട്ടില്ല അപ്പോ? ഹേയ്, ആനി ജോയിൻ ചെയ്യുന്ന കാര്യം ഡോക്ടർ ഡേവിഡ് എന്നോട് പറഞ്ഞിരുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. സീ യു. ഡോക്ടർ. യെസ്, കം ഇൻ. യെസ്. ഓ, ഇന്നലത്തെ ആക്സിഡന്റ് കേസ് കോമ്പൻസേഷൻ ചെക്ക് വേണോ ക്യാഷ് വേണോ? എമൗണ്ട് അതല്ല, ഞാൻ മേ കം ഇൻ ഡോക്ടർ? പ്ലീസ് കം ഇൻ, പ്ലീസ് കം ഇൻ. എക്സ്ക്യൂസ് മീ, ഇതുവരെ ഡൗട്ട് തീർന്നില്ലേ? ഇല്ല ഡോക്ടർ, ഞാൻ ലൈബ്രറി മുഴുവൻ നോക്കി, എന്നിട്ടും. Okay, 4th rack, last shelf, a textbook of surgery by Kirklin. Read invasive surgical techniques. Page number 113, third paragraph. താങ്ക് യു ഡോക്ടർ. ഷെൽഫിന്റെ മുകളിലാണ് ബുക്ക് ഇരിക്കുന്നത്. സ്റ്റൂളിൽ എടുക്കണം. യു മേ ഫോം. അപ്പൊ എമൗണ്ട് എത്രയാന്ന് പറഞ്ഞത്? അതല്ല, എന്റെ അങ്കിൾ. അങ്കിളിനെയൊക്കെ കൊണ്ടുവരണോ ഇത്രയും ചെറിയ കാര്യത്തിന്? എക്സ്ക്യൂസ് മീ. Rantac 150 mg. Rantac 150 mg 3 times daily. Okay. അപ്പൊ അങ്കിൾ ആരാന്നാ പറഞ്ഞ? എന്റെ അങ്കിൾ ആരാന്ന് ഡോക്ടർക്ക് മനസ്സിലായി കാണില്ല. വല്ല മന്ത്രി MP ആണോ? ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എക്സ്ക്യൂസ് മീ. യെസ്. രാവിലെ ലാബ് റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. സ്റ്റുപ്പിഡ്. You find out the blood group and start blood transfusion immediately. സമയത്തിന്റെ വിലയറിയാത്ത കഴുതകള്. അപ്പൊ അങ്കിൾ ആരാന്ന് പറഞ്ഞേ? ഞാൻ ഡോക്ടർ ഡേവിഡ് കുരിശിങ്കലിന്റെ. ഡേവിഡ് കുരിശിങ്കലിന്റെ നീസ. ഓ, സ്റ്റേറ്റ്സിന്ന് സർജറിയിൽ ഗോൾഡ് മെഡൽ. എന്റെ കൂടെ കുറച്ചു കാലം പരിശീലനം. ഡോക്ടർ ആനി അല്ലേ? യെസ്. ഇത് നേരത്തെ പറയണ്ടേ? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ഞാനിപ്പോ ജോയിൻ ചെയ്യാൻ വന്നതാ. That's fine. But what's the time now? 10:45. That means you are 15 minutes late. ഒരു സർജൻ ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റി ആണ്. 10:50 എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. So you come and meet me tomorrow by 8:30 AM sharp. Excuse me, doctor. No excuses. ഒരു സർജന് ഒരിക്കലും excuses ഇല്ല. Only precision. Now you may go and come back tomorrow. ചേട്ടാ ആരാന്ന വിചാരം? Any problem? No problem. No problem. Good.
ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്താ ദേവികറാണി, ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ? നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, കഴിഞ്ഞു. വല്ലപ്പോഴുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി നല്ലതാ. മൊത്തത്തിലുള്ള ഈ ഹെവി ബ്യൂട്ടി ഒന്ന് സ്ലിം ബ്യൂട്ടി ആയി കിട്ടും. ഇനി എന്നാണ് ഡേ ഡ്യൂട്ടി? മറ്റന്നാൾ. അയ്യോ, അന്ന് എനിക്ക് ഓഫ് ഡ്യൂട്ടി ആണല്ലോ. നേഴ്സിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഡേ ഡ്യൂട്ടി, നേഴ്സിന് ഡേ ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഓഫ് ഡ്യൂട്ടി, അങ്ങനെ മൊത്തത്തിൽ ക്രോസ് ഡ്യൂട്ടി. ഇനി നേഴ്സിന് ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ടോട്ടൽ ഡ്യൂട്ടിയും കഴിഞ്ഞ് എന്നാണ് നമ്മൾ ഒരുമിച്ചൊന്ന് നോ ഡ്യൂട്ടി ആകുന്നത്? യു ആർ എ നോട്ടി ഡ്യൂട്ടി ഡോക്ടർ. ബൈ. ബൈ. എന്താ രാവിലെ തന്നെ നേഴ്സുമായിട്ടൊരു ശൃംഗാരം? അയ്യോ, ഞാന് അവക്കൊരു ഓയിന്റ്മെന്റ് പുരട്ടി കൊടുക്കായിരുന്നു. അല്ല, പറഞ്ഞു കൊടുക്കായിരുന്നു. വിറ്റ്ഫീൽഡ് അവക്ക് ഒരു ചെറിയ കൃമി കടി, അല്ല പുഴുക്കടി. ഓ, പുഴുക്കടി. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഈ അവസാനം വരെ കാത്തിരിക്കുന്ന വെറുതെയാവും. നിങ്ങൾ ആ ദേവിയാറാണി തന്നെ കെട്ടും. എന്താ സുബ്ബു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സുബ്ബമ്മാളുടെ മൂത്ത 3 അമ്മാളുമാര് കെട്ടിപ്പോകുന്നവരെ എനിക്ക് കാത്തിരിക്കാമെങ്കിൽ ഇനി 2 ചേച്ചിമാർ കൂടി വേണ്ടി എനിക്ക് കാത്തിരിക്കാം. ഈ അയ്യർ കെട്ടുന്നെങ്കിൽ അത് സുബ്ബമ്മാളിനെ മാത്രമായിരിക്കും. ഉറപ്പാണ്. ഇനി മേലെ ആ നേഴ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല. അത്രേ ഉള്ളോ? എന്റെ അമ്മ ശീമാട്ടി അമ്മയാണ് സത്യം. ആ നേഴ്സിനെ ഈ കണ്ണുകൊണ്ട് പോലും ഞാൻ നോക്കൂല. പിന്നെ നമുക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണാം. ആ, ഞാൻ അത്താനും സ്പെഷ്യൽ തൈര് സാധം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചെവക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പല പഴനിയിലും പോയി തല മുട്ട അടിക്കുന്നതാ. എന്റെ മുരുക. എന്നെ വിളിച്ചോ? ഇല്ല മുരുക, എന്റെ മുരുക. അയ്യോ.